സമർത്ഥമായി പീഡിപ്പിക്കാം, ആ പീഡന വീരന്മാരെ എങ്ങനെ സേവ് ചെയ്യാം എന്നൊക്കെയുള്ള ചില റിസർച്ചുകളിലാണ് ഏതെങ്കിലും ആളുകൾ ഈ പീഡന വീരന്മാരായിട്ടുള്ള ഉസ്താദുമാരെ മഹലിൽ നിന്നും പുറത്താക്കിയതായിട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പുറത്താക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ച് രംഗത്ത് വരാറുണ്ടോ? മതത്തിൽ നിന്നും ഒന്ന് പുറത്തു പോയി നോക്കിക്കേ. എന്നാൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുക്തിവാദിയുടെ പ്രഭാഷണം കേട്ടു നോക്ക്. ഒരു യുക്തിവാദ സദസ്സിലേക്ക് പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയി നോക്ക്. ഞങ്ങളുടെ ആരുടെയെങ്കിലും വീഡിയോകളുടെ ഭാഗങ്ങൾ നിങ്ങളുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്തു നോക്ക്. ഞങ്ങളുടെ പോസ്റ്റുകൾ നിങ്ങളൊന്ന് വായിക്കുകയോ അതിൻ്റെ അടിയിൽ വന്നൊന്ന് കമൻ്റ് ഇടുകയോ ചെയ്തു നോക്ക്. നിങ്ങളെ പള്ളി കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കും. പക്ഷേ ഇതുപോലെയുള്ള പീഡനവീരന്മാരായിട്ടുള്ള ലഹരിയിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കുന്ന വ്യഭിചാരികളായ, തട്ടിക്കൊണ്ടുപോകുന്ന കൊള്ളക്കാരായിട്ടുള്ള, നാർക്കോട്ടിക് ജിഹാദിലും സെക്സ് ജിഹാദിലും പെൺകുട്ടികളെ അകപ്പെടുത്തി അവരുടെ ജീവിതം ദുരിതപൂർണമാക്കുന്ന ആളുകളെ എതിർത്ത് ഇവർ രംഗത്ത് വരാറുണ്ടോ? ഇല്ല. ഇപ്പോൾ ഞാൻ ഇന്ന് വേറൊരു വാർത്ത കണ്ടിരുന്നു. മസ്ജിദിനോട് ചേർന്നൊരു മുറിയിൽ ഉസ്താദിൻ്റെ പിതാവ് 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച ഒരു വാർത്ത കർണാടകയിലാണ്. കർണാടകയിലെ ചിക്കബെല്ലാംപുരയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഒരു മസ്ജിദിലെ ഉസ്താദിൻ്റെ പിതാവായിട്ടുള്ള 55 വയസ്സുള്ള ആള്, ഈ 55 വയസ്സുള്ള വ്യക്തിക്ക് 6 വയസ്സുകാരിയെ കണ്ടപ്പോൾ കാമം തോന്നി എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ ആയിഷ വിവാഹത്തെ അനുകൂലിക്കുന്ന ആളുകൾക്ക് അതിനെ എതിർക്കാൻ പറ്റുമോ? ഈ പ്രതി മറ്റൊരു പള്ളിയിലെ ഉസ്താദാണ് എന്നാണ് വാർത്തയിൽ വന്നത്. ഉസ്താദിന്റെ പിതാവായിട്ടുള്ള പ്രതിക്ക് പള്ളി പരിസരത്ത് താമസിക്കാൻ ഒരു മുറി ജമാഅത്ത് കമ്മിറ്റിക്കാരാണ് നൽകുന്നത്. ഇരയായിട്ടുള്ള പെൺകുട്ടിക്ക് ചോക്ലേറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ട് ഈ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ബലാത്കാരം ചെയ്യുന്നു. ഈ ഇരയുടെ അമ്മ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി കുട്ടിയോട് ചോദിച്ച് പെട്ടെന്ന് ചിക്കബെല്ലാംപുര വനിതാ പോലീസ് സ്റ്റേഷനിൽ ഉസ്താദിൻ്റെ പിതാവിനെതിരെ പരാതി നൽകി FIR രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. പ്രതിയുടെ വീട് റെയ്ഡ് ചെയ്യുന്നു. അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നു. സംഭവം പുറത്തു വന്നു. പ്രതിക്ക് മസ്ജിദിൽ അഭയം നൽകിയതിൻ്റെ പേരിൽ നാട്ടുകാര് രോഷം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു. പ്രാദേശിക ജമാഅത്തിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടാണ് വന്നത്. ഞാൻ അയാളെ കാണിച്ചു തരാം. ഉസ്താദിന്റെ മുഖഭാവം നിങ്ങളൊന്ന് നോക്കിക്കേ. 55കാരൻ. ഇദ്ദേഹത്തിന് 6 വയസ്സുകാരിയെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് പിടിച്ചു നിർത്താൻ പറ്റാത്ത രൂപത്തിൽ വൈകാരികതയുണ്ടായി എന്നാണ് വാർത്ത. ഇവരോടൊക്കെ ഏതു ഭാഷയിൽ മറുപടി പറയണമെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇത്തരക്കാരുടെ ലിംഗം ഛേദിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടായാലുണ്ടല്ലോ, ഒരു പരിധി വരെ ഇതിനൊരു ശമനം ഉണ്ടാകുമെന്ന് വിചാരിക്കാം. അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം മുസ്ലിം സമുദായത്തിന് ഉണ്ടാകുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ഉണ്ടാകാനും പോകുന്നില്ല. അതുപോലെ ഒരുപാട് വാർത്തകൾ ദിനം പ്രതി വരാറുണ്ട്. എന്നാലും ഒരു ചെറിയ പയ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യം എൻ്റെ കയ്യിലുണ്ട്. അതായത് നാളെ എല്ലാവരും മുസ്ലിമായി കഴിഞ്ഞാൽ, ഇസ്ലാം മത രാജ്യമായി കഴിഞ്ഞാൽ, പാകിസ്ഥാനിലെ ഒരു മദ്രസ പൊട്ടനാണ്, അവൻ്റെ ചോദ്യമാണ്, ഉസ്താദിനോട് ചോദിക്കുക പബ്ലിക്കായിട്ടൊരു വേദിയിൽ നിന്നിട്ട്, ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ ജയിച്ചാൽ അവരുടെ ഭാര്യമാരെ അടിമയായിട്ട് കൊണ്ടുവരണോ അതോ 4 പേരെ വീതം നിക്കാഹ് കഴിച്ചാൽ മതിയോ? ഒരു ചെറിയ പയ്യന, ഒരു 18-19 വയസ്സേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ നോക്കിക്കോ പയ്യനെ. इंडिया से जंग में फतह हासिल होगी तो उनकी औरतें बांदी कहलाएंगी या फिर उनसे 4 शादियां करने? और बांदी कौन कहलाती है, किन के लिए होती है? मुफ्ती साहब, इंडिया से जंग में फतह हासिल होगी तो उनकी औरतें बांदी कहलाएंगी या फिर उनसे 4 शादियां करने? और बांदी कौन कहलाती है, किन के लिए होती है? ഏത് സമയവും ഇതിനെ കുറിച്ചിട്ടാണല്ലോ ചിന്ത. അപ്പൊ പിന്നെ
ഇതല്ലാതെ പിന്നെ ഇവൻ എന്തു ചോദിക്കും? അപ്പോഴും ഇന്ത്യയെ എങ്ങനെ കീഴ്പ്പെടുത്താം എന്നതിനെ സംബന്ധിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുന്നത് കാത്ത് ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നില്ലേ? അതിലൊരാളാണ് ഇദ്ദേഹവും. എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ മതം മാറ്റിയിട്ടാണെങ്കിലും വേണ്ടില്ല, പ്രലോഭിപ്പിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല. പലപ്പോഴും ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ ഞാൻ മഠത്തിൽ നിന്ന് വന്ന് ആദ്യം താമസാക്കിയത് കോഴിക്കോടാണ്. ഒരുപാട് പേര് വന്ന് എനിക്ക് പുസ്തകങ്ങൾ തരലും എന്നെ മതം മാറ്റാനും ശ്രമിച്ചിട്ടുണ്ട്. അത് സെക്സ് അധികം അവർക്ക് പറയാൻ പറ്റിയിട്ടില്ല. എൻ്റെ അടുത്ത് വന്നാൽ എന്തെന്ന് കിട്ടും എന്നറിയുന്നതുകൊണ്ട് അല്ല, അങ്ങനെ വന്നിട്ടില്ലെങ്കിലും ഒരുപാട് ജമാഅത്തെ ഇസ്ലാമിയ 3 ടോക്കുകൾക്ക് എന്നെ വിളിച്ചു. 4ാമത്തെ ടോക്കായപ്പോൾ ഞാൻ പറഞ്ഞു. 3ാമത്തെ ടോക്ക് പൊന്നാനിയിലായിരുന്നു. അന്ന് രാത്രി എനിക്കൊരല്പം പേടിയുണ്ടായി, എന്നെ വല്ല മതം നിർബന്ധിച്ച് മാറ്റുമെന്ന് വരെ. അവർ പറഞ്ഞ വാചകം ഇതാണ്: കമലാദാസ് അല്ലെങ്കിൽ മാധവിക്കുട്ടി മതം മാറാൻ വൈകിപ്പോയി, സിസ്റ്റർ ബുദ്ധിപൂർവ്വം വൈകരുത്, എത്രയും വേഗം മതം മാറണം എന്നാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പല ഭാഗത്തുനിന്നും വന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതുപോലെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് ഷെയർ ചെയ്തു. അവളെ ഇതുപോലെ പിന്നാലെ നടന്ന് മതം മാറ്റാൻ ശ്രമിച്ചതും ഇതുപോലെ വിവാഹം വാഗ്ദാനം ചെയ്തുകൊണ്ടൊക്കെയാണ് അവളുടെ പിന്നാലെ നടന്നിരുന്നതും. പിന്നെ എൻ്റെ വേറെ ഒരു കൂട്ടുകാരി, അവളുടെ കുടുംബത്തിൽ ഇങ്ങനെ ആരോ പിടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ മതം മാറ്റം നിർബന്ധിച്ചു. അതിൽ സെക്സ് ഒരു വലിയ റോള് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ അനുഭവത്തിലും പലതും. എൻ്റെ അനിയത്തിയെയും ഇതുപോലെ, അവൾ നേഴ്സായിരുന്നു. അവൾ കൊടുത്താൽ മാത്രം കഞ്ഞി കുടിക്കുന്ന ഒരു ഉപ്പയുണ്ടായിരുന്നു അവിടെ ആശുപത്രിയിൽ. അപ്പോൾ ആ ഉമ്മ പറയുന്നത് മോനെ കൊണ്ട് കെട്ടിക്കണം. എൻ്റെ അനിയത്തിയുടെ പേര് സീന എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു, സീനത്തെന്ന് വിളിക്കാം ഞങ്ങൾ, നിങ്ങൾ വീട്ടിൽ സീനയായി തുടർന്നോളൂ. എൻ്റെ മകൻ യൂസഫാണ്, അവനെ ജോസഫ് എന്ന് വിളിക്കാം. അപ്പോൾ അമ്മ പറഞ്ഞു, എന്താ ദൈവമേ ഇത് നടക്കുമോ? അവൾ പേടിച്ച് ലീവ് എടുത്ത്, ശനി ഞായറിലും ഉപ്പ ഏതാണ്ട് അവശ നിലയിലായിട്ടുണ്ട്. അപ്പോൾ മരിച്ചു പോകുന്നവർക്ക് മനസ്സിലായതുകൊണ്ട് അവൾ ശനി ഞായറും ലീവ് എടുത്ത് വീട്ടിൽ പോയി. അങ്ങനെ രക്ഷപ്പെടുകയാണ്. തിരിച്ചു വന്നപ്പോഴേക്കും പിന്നെ അവരില്ല, ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെയും ഈ വെളിച്ചത്തിലും പിന്നെ കേരള സ്റ്റോറിയിൽ 3 സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ സത്യം ഫാക്റ്റുണ്ട്, ഫിക്ഷനും ഉണ്ടാകാം. പക്ഷെ അതിലും ഫാക്റ്റ് കാണുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ട് പിന്നെ അവനല്ല വിവാഹം ചെയ്യുന്നത്, വേറെ ആളാണ് വിവാഹം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഥകളും കേൾക്കുകയും നമ്മളുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചിന്താഗതി എനിക്ക് വരുന്നുണ്ട്. അതും മതം, ഹസീന ചോദിച്ചതുപോലെ മതത്തിൽ ഭയങ്കര ഭക്തരായവരാണ് മറ്റൊരു മതത്തിലേക്ക് ചാടുന്നത്. അപ്പോൾ അവരുടെ വീട്ടുകാർ ചോദിക്കുന്നുണ്ട്, അവൾക്ക് അമ്പലമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പള്ളി ഇഷ്ടമായിരുന്നു, എന്നിട്ട് അവിടെ എന്താ പോയി? അപ്പോൾ ഈ മതം തലക്കടിക്കുന്നവർ ശരി തന്നെയാണ്. അവർ വിചാരിച്ചിട്ടുണ്ടാവും ബെറ്റർ സ്വർഗം അല്ലെങ്കിൽ നല്ല ഹൂറികളെ കിട്ടുന്നൊക്കെ പറഞ്ഞ പോലെ വലിയ മോക്ഷം കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവർ പോകുന്നത്. ഇനിയിപ്പോ ഹിന്ദു മതത്തിൽ നിന്നാല്, ക്രിസ്ത്യൻ മതത്തിൽ നിന്നാല് എവിടെ നിന്നാ ഹൂറികളെ കിട്ടുക? അതുകൊണ്ടായിരിക്കും. ഇനി മറ്റൊരു വീഡിയോ നോക്കിക്കോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.